ഒരു സിനിമാ കഥ പോലെ വിചിത്രമാണ് നടി മഞ്ജു വാര്യരുടെ ജീവിതം. കലോത്സവങ്ങളിൽ തിളങ്ങിയ പെൺകുട്ടി, പിന്നെ ഒരു സമയത്ത് മലയാള സിനിമയിൽ ഒന്നാം നിര നായികയായി മാറിയപ്പോൾ തേടിയെത്തിയ പണവും പ്രശസ്തിയും. ഒരു സാധാ നാട്ടിൻപുറത്തുകാരിയായി സിനിമാ ഇൻഡസ്ട്രിയിലെത്തിയ മഞ്ജു ഇന്നും ഗ്രാമത്തിന്റെ നിഷ്കളങ്കത ജീവിതത്തിൽ പാലിക്കുന്ന പെൺകുടിയാണ്. ഒരു പക്ഷേ അതാകാം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മലയാളികൾക്ക് തെല്ലൊരു സ്നേഹക്കുറവ് പോലും മഞ്ജുവിനോട് തോന്നാത്തത്. അതുകൊണ്ട് തന്നെ മഞ്ജുവിന്റെ ജീവിതത്തിലെ പുത്തൻ ചില വിശേഷങ്ങൾ അറിയുവാൻ എന്നും അവർക്കുള്ളിൽ ഒരു ആകാംക്ഷയുണ്ടാവും. വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ ഇതുവരെയും എവിടെയും പറയാത്ത മഞ്ജുവിന്റെ പോസ്റ്റുകളൊക്കെയും അതിഗംഭീരമാണ്. അടുത്തിടെയാണ് യൂറോപ്യൻ സന്ദർശനത്തിലെ സന്തോഷ നിമിഷങ്ങൾ മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത്. അന്യഭാഷകളിലും സജീവമായ മഞ്ജുവിന് അവിടെയും ആരാധകർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ കമന്റുകൾ പങ്കിടുന്നവരിൽ അവരും ഉൾപ്പെടാറുണ്ട്. മഞ്ജുവിന്റെ പുത്തൻ ചിത്രത്തിൽ കമന്റുകൾ പങ്കിടുമ്പോഴാണ് അവരോടുള്ള സ്നേഹത്തെക്കുറിച്ചുകൂടി പറയുന്നത്. എഴുത്തുകാരനും സംവിധായകനും നൃത്ത സംവിധായകനും കൂടിയായ ബൽറാം സിംഗ് ആണ് മഞ്ജുവിനോട് കുടുംബത്തെക്കുറിച്ചും മഞ്ജുവിന്റെ സിനിമകളെക്കുറിച്ചുമെല്ലാം സംസാരിച്ചത്. ഇതിൻ്റെ ഇടയിലാണ് രസകരമായ ചില വാക്കുകൾ ശ്രദ്ധേയമായത്. ശക്തയായ സ്ത്രീയെ കാണുന്നതിനേക്കാൾ പ്രചോദനം നൽകുന്ന മറ്റൊന്നില്ല. ശക്തയായ സ്ത്രീ ആയിരിക്കുക എന്ന് മഞ്ജുവിനോട് ആശംസിക്കുന്നതിനോടൊപ്പം ബൽറാം കുടുംബത്തെയും അന്വേഷിക്കുന്നു. സുന്ദരിയായ മകളെ തിരക്കി, മകനും മകളും സുഖമായി ഇരിക്കുന്നു എന്നും ചോദ്യം. പൊതുവെ കമന്റുകൾക്ക് മറുപടി നൽകാത്ത മഞ്ജു ഈ കമന്റിന് ഒരു ലവ് ഇമോജി ഇട്ടുകൊണ്ടാണ് പ്രതികരിച്ചത്. എന്നാൽ ഈ മകന്റെ കാര്യം ചോദിക്കുന്നത് ഏതാണ് എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി നൽകാത്ത മഞ്ജു മറ്റു പല ചോദ്യങ്ങളെയും അവഗണിക്കുന്നത് പോലെ ആരാധകരുടെ ആ ചോദ്യങ്ങളെ അവഗണിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ തന്റെ പുതിയ സിനിമയുടെ ആകാംക്ഷയിലാണ് നടി. എമ്പുരാനിലെ പ്രിയദർശിനിയായി തിളങ്ങാൻ കാത്തു നിൽക്കുകയാണ് മഞ്ജു വാര്യർ. മാർച്ചിൽ റിലീസിനെത്തുന്ന ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. തന്റെ ജീവിതത്തിന്റെ കരിയറിൽ കിട്ടിയ മറക്കാനാകാത്ത കഥാപാത്രമാണ് മഞ്ജു പ്രിയദർശിനി വിശേഷിപ്പിക്കുന്നത്. സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി സംസാരിച്ച പല ഇന്റർവ്യൂകളിലും മഞ്ജു ഈ കഥാപാത്രത്തെക്കുറിച്ചും സംവിധായകൻ പൃഥ്വിയെക്കുറിച്ചും ആശീർവാദ് സിനിമകളെക്കുറിച്ചുമെല്ലാം വാതോരാതെ സംസാരിച്ചിരുന്നു. ലൂസിഫറിലെ പ്രിയദർശിനിയെ മലയാളി സ്വീകരിച്ച പോലെ തന്നെ എമ്പുരാനിലെ പ്രിയദർശിനിയും ഇരുകൈയും നീട്ടി മലയാളികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് താൻ ഉള്ളത് എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് മലയാളി ഒന്നടങ്കവും. അത്രയേറെ പ്രതീക്ഷയോടുകൂടിയാണ് മലയാളി എമ്പുരാനു വേണ്ടി കാത്തിരിക്കുന്നത്. എമ്പുരാനിലെ ഓരോ കഥാപാത്രവും മലയാളിയെ അത്രയേറെ ആഹ്ലാദിപ്പിക്കുമെന്ന വിശ്വാസത്തിന്റെ പുറത്താണ് എമ്പുരാന്റെ റിലീസിനായി മലയാളി കാത്തു നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ മഞ്ജു വാര്യരുടെ സ്നേഹവും മഞ്ജു വാര്യരോടുള്ള ആരാധനയും ആ കാത്തിരിപ്പിന് മാറ്റുകൂട്ടുന്നു. എന്റർടൈൻമെന്റ് ന്യൂസ് 24 ന്യൂസ് മലയാളം.